Hello dear students, welcome back. ഞാൻ MP ഫ്രം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ. നമ്മൾ അഡ്വാൻസിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നു. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസിന് അഡ്വാൻസിന് നല്ല റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. IITസിൽ ജോയിൻ ചെയ്യാൻ പറ്റും എന്നതിന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതിലൊരാളാണ് അമൽ തഹസീൻ. നമ്മുടെ കൂടെ അമൽ തഹസീൻ്റെ ഫാദറും ഉണ്ട്. സോ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ S5 ബാച്ചിൽ +2ൻ്റെ കൂടെ തന്നെയാണ് അമൽ തഹസീൻ അഡ്വാൻസ് ക്ലിയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്, എങ്ങനെയാണ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ എത്തിയത്, ഇനി വരുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് അമലിന് എന്തൊക്കെയാണ് പറയാനുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അമലിൻ്റെ അടുത്ത് ചോദിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ കിട്ടിയ റാങ്ക് വെച്ച് IITസിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയല്ലേ അമൽ പ്രതീക്ഷിക്കുന്നത്? കൗൺസിലിംഗ് ആയല്ലോ, കൗൺസിലിംഗ് ആയി, ഇന്ന് രജിസ്ട്രേഷൻ കിട്ടും തന്നെ വിചാരിക്കണം, കിട്ടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. IITസിൽ കിട്ടുമോ അല്ലെങ്കിൽ IITസിൽ പോവോ NITസിൽ പോവോ എന്നുള്ളതിൽ എന്തെങ്കിലും സംശയങ്ങളോ അങ്ങനെ എന്തെങ്കിലും? അത് കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് തീരുമാനം പറ്റുള്ളൂ. അതായത് അലോട്ട്മെന്റ് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കും. IITസിൽ തന്നെ പോകണം തന്നെയാണ് ആഗ്രഹം, താല്പര്യം അങ്ങനെ തന്നെയാണ്. ഓക്കെ, അങ്ങനെ തന്നെ സാധിക്കട്ടെ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ആ ലെവലിൽ വരുന്ന കോളേജുകളും കാര്യങ്ങളൊക്കെ നോക്കാം. ഒരുപാട് IITs ഉണ്ട്, ഒരുപാട് സീറ്റുകളും ഉണ്ട്. അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു പോരുന്ന ഇൻഡസ്ട്രിയൽ സിസ്റ്റം ആൻഡ് ഏതായിരുന്നു പറഞ്ഞിരുന്നത്? ഇൻഡസ്ട്രിയൽ സിസ്റ്റം മാനേജ്മെന്റ്. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾ, അധികം ആരും അറിയാത്ത കോഴ്സുകളും അധികം ഡിമാൻഡ് ആളുകൾ കാണിക്കാത്ത കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഇനി ഇൻ കേസ് അതല്ല എന്നുണ്ടെങ്കിൽ മെയിൻസിൽ എത്ര പെർസെന്റേജിലാണ് വന്നുള്ളത്? 98.8 ഉണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ NITയിൽ ഇപ്പോൾ ഏത് NIT വേണമെന്നുണ്ടെങ്കിലും, കാലിക്കറ്റ് അതല്ലെങ്കിൽ ഇപ്പോൾ ട്രിച്ചിയിലോ അല്ലെങ്കിൽ സൂറത്തിൽ NITയിലൊക്കെ കുഴപ്പമില്ലാത്ത ഡിപ്പാർട്ട്മെന്റുകൾ എന്തായാലും നല്ല ഡിപ്പാർട്ട്മെന്റുകൾ കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ ഇൻ കേസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ NIT പോകുന്നതിന് സങ്കടം ഉണ്ടാവും? ഇല്ല, IIT തന്നെ പോകണം തന്നെയാണ് ആഗ്രഹം. ഓക്കെ, സോ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് IIT തന്നെ അല്ലെങ്കിൽ നല്ലൊരു IIT തന്നെ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഇപ്പോൾ +1 +2 എങ്ങനെയാണ് പബ്ലിക് സ്കൂളിൽ എത്തിയത് നിങ്ങൾ? ഉമ്മാൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, അങ്ങനെയാണ് ഒരു വാട്സപ്പ് മെസ്സേജ് കൂടെ കിട്ടിയത്. പബ്ലിക് സ്കൂളിൽ പിന്നെ ടാലന്റ് സെർച്ച് എക്സാം എഴുതി. ഓക്കെ, എന്നിട്ട് എക്സാം എഴുതി ഇവിടെ വന്നതിന് ശേഷം പബ്ലിക് സ്കൂളിൽ ഇതാണ് പബ്ലിക് സ്കൂളിന്റെ സിസ്റ്റം എന്നുള്ളതൊക്കെ വരുമ്പോ അറിയുന്ന നമ്മള് ഇതേമാതിരിക്കുള്ള കണ്ടിക്കണേ. എന്റെ ബ്രദർ ഇതേമാതിരി ഒരു സ്കൂളിലായിരുന്നു, പബ്ലിക് സ്കൂളിലായിരുന്നു പഠിച്ചത്. ഓക്കെ, അപ്പൊ ആ സിസ്റ്റം ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഓക്കെ, ഇവിടെ വന്നിട്ട് പിന്നെ നിങ്ങൾ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പോ അത്യാവശ്യം ദൂരാണ്. ഹോസ്റ്റലൊക്കെ തന്നെ നിന്നിരുന്നത്? ഹോസ്റ്റലിൽ നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ? അതിന്റെ മുന്നേ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടോ? 10ാം ക്ലാസ്സിലൊന്നും ഇല്ല, അതിന്റെ മുന്നേ ഒന്നും നിന്നിട്ടില്ല, നാട്ടിൽ തന്നെയാണ് പഠിച്ചത്. ഓക്കെ, അപ്പൊ എന്നിട്ട് തുടക്കത്തില് പ്രശ്നമാണ്. പിന്നെ സീനിയേഴ്സ് ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു, കറക്റ്റ് ഗൈഡ് ചെയ്തു. കാരണം ഓൾക്ക് പറ്റിയ തെറ്റുകളും മിസ്റ്റേക്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എന്നുള്ള പറഞ്ഞു. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ പഠിത്തത്തിൽ എന്തൊക്കെയാണ് ഇപ്പോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പഠിക്കുന്ന കാര്യത്തിലും സീനിയേഴ്സിന്റെ സജഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം എന്ത് പഠിക്കണമെന്നോ നമ്മളൊന്ന് ഡൗൺ ആവുമ്പോ പറഞ്ഞു തരാനും, പിന്നെ ഡൗട്ട് വെച്ചാലൊക്കെ നല്ല ഗൈഡ് ചെയ്തു, നല്ല ഹെൽപ്പ് ചെയ്തു. ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പൊ മെയിൻസ്? ഫസ്റ്റ് മെയിൻസിൽ എത്ര പെർസെന്റേജ്? 95 ഉണ്ടായിരുന്നു. അപ്പൊ സെക്കൻഡ് സെഷനിലേക്ക് മെയിൻസിന് വേണ്ടിയിട്ടാണോ ഫോക്കസ് ചെയ്തത്, അഡ്വാൻസിന് വേണ്ടിയിട്ടാണോ ഫോക്കസ് ചെയ്തത്? ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ടീച്ചേഴ്സും എല്ലാവരും ഫ്രണ്ട്സും എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടി അഡ്വാൻസിന് തന്നെയാണ് ഇരുന്നത്. അതുകൊണ്ട് മെയിൻസിൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റിയത് അതുകൊണ്ടാണ്. അഡ്വാൻസിന് പഠിച്ചതുകൊണ്ടാണ് സെക്കൻഡ് സെഷനിൽ മെയിൻസിൽ ഒന്നും കൂടി നന്നായി സ്കോർ ചെയ്യാൻ. സ്വാഭാവികമായിട്ട് ഒന്നുകൂടി എളുപ്പമായിട്ട് നമുക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഇപ്പൊ മെയിൻസ് ഇമ്പ്രൂവ് ആയത്. അപ്പൊ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ഇപ്പൊ ഫസ്റ്റ് മെയിൻസ് സെഷനിൽ നമ്മൾ പ്രതീക്ഷ അത്ര വന്നില്ല എങ്കിലും സെക്കൻഡ് മെയിൻ സെഷൻ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമുക്ക് പറ്റും എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം അഡ്വാൻസ് ആണെങ്കിൽ അഡ്വാൻസിനൊക്കെ തന്നെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സെക്കൻഡ് മെയിൻസ് സെഷനിൽ എന്തായിക്കോളും, കൂടിക്കോളും, ഇമ്പ്രൂവ് ആയിക്കോളും തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, ഏത് ലെവലിലാണ് പഠിത്തങ്ങളൊക്കെ? ഇപ്പൊ +1 മുതലേ തുടങ്ങിയിരുന്നോ, അതല്ല ഏത് സമയത്താണ് ഒരു അഡ്വാൻസ് മെയിൻസ് എന്നൊക്കെയുള്ള ലെവലിലൊക്കെ പഠിച്ചു തുടങ്ങിയത്? തുടക്കത്തില് കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ഒരു +1 ഹാഫ് ആകുമ്പോഴൊക്കെയാണ് ഇത് നോക്കണം, ഒന്നുകൂടി ട്രൈ ചെയ്യണം എന്നുള്ളതേക്ക് വന്നത്. അങ്ങനെയാണ് ഹെൽപ്പ് വെച്ച് ഫ്രണ്ട്സ്, സീനിയേഴ്സ്, ടീച്ചേഴ്സ് എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ട് പിന്നെ പ്രോബ്ലം ഒന്നും വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയതും. ഇതിന് മുമ്പ് തുടക്കത്തിൽ ക്ലിയർ ചെയ്യാത്തൊക്കെ ലാസ്റ്റില് +1 ബോർഡ് എക്സാമിന് ശേഷം കിട്ടിയ ഗ്യാപ്പില് അപ്പൊ അതിന് മാത്സ് SM സാർ ക്ലാസ് തുടങ്ങി ചെയ്തു. അത് ഭയങ്കര ഹെൽപ്പിങ്. +1 +2 കുട്ടികളോട് എന്താ പറയാനുള്ളത്? വർക്ക് ചെയ്യുക, പിന്നെ
ഹെൽപ്പ് ചോദിക്കണം. ഇപ്പം നമ്മളിങ്ങനെ മടിച്ച് നിൽക്കാൻ പാടില്ല. ഓക്കെ. ഡൗട്ട് ചോദിക്കേണ്ടിടത്ത് ചോദിക്കണം. പിന്നെ സീനിയേഴ്സിന് നല്ലോണം യൂസ് ചെയ്യണം ശരിക്കും, ഹോസ്റ്റലിൽ നിൽക്കണമല്ലോ പ്രത്യേകിച്ചും. പിന്നെ ടീച്ചേഴ്സും ഡൗട്ട് ചോദിക്കുക, ക്വസ്റ്റ്യൻ ചെയ്യുക. ഡൗട്ട് ആയിട്ടൊക്കെ സ്റ്റാഫ് റൂമിൽ നല്ലോണം പോലെ ഉണ്ടായിരുന്ന എനിക്ക് കുറച്ചും കൂടി സീനിയേഴ്സിനോടായി. ഓക്കെ. സ്റ്റാഫ് റൂം ക്ലാസ്സിൽ ചോദിക്കലുണ്ടാവില്ല? ക്ലാസ്സിൽ ചോദിക്കും. ക്ലാസ്സിൽ ചോദിക്കും. ഓക്കെ, ഫൈൻ. ഉപ്പാക്ക് ഇതിലേക്ക് എന്തെങ്കിലും എക്സ്ട്രാ കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇവരങ്ങനെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട്? അല്ല, അവന് 10ാം ക്ലാസ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ 9ാം ക്ലാസ് തന്നെ അവന് കോട്ടയിൽ പോകണം എന്നൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം അതായത് കുറച്ച് ദൂരം ആയതുകൊണ്ട് പുറത്ത് കിടക്കണത് നല്ല താല്പര്യം. തീർച്ചയായിട്ടും അവന് IIT മോഹം ഉണ്ടായിരുന്നു. അല്ല, എന്റെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞത് NIT കാലിക്കറ്റ് എനിക്ക് വേണ്ട, എനിക്ക് വേറെ ഏതെങ്കിലും, ഇപ്പൊ NIT ആണെങ്കിൽ വേറെ NIT പോകണം, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്ത് പോയി പഠിക്കണം എന്നുള്ള ഒരു എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്. അപ്പൊ ഞാനത് കോട്ട കുറച്ച് ബുദ്ധിമുട്ടാണ്, ദൂരമാണ്, പോയി ബുദ്ധിമുട്ടാണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ടായി. അങ്ങനെയാണ് നമ്മൾ പിന്നെ ഒരു ബന്ധുക്കൾ മുഖാന്തരം അങ്ങനെ അറിഞ്ഞ് യൂണിവേഴ്സിറ്റി വന്നത്. യൂണിവേഴ്സിറ്റി വന്നത് വളരെ ഉപകാരമായി. കാരണം ഇവിടുത്തെ കോച്ചിങ്ങും ഇവിടുത്തെ ക്ലാസ്സുകളും അതുപോലെ ഹോസ്റ്റൽ ഫെസിലിറ്റീസും ഒക്കെ ഇല്ല, മാക്സിമം ഹോസ്റ്റലാണ് യൂട്ടിലൈസ് ചെയ്ത്. അതെ, അങ്ങനെ തന്നെ അവനും കുറെ ഇടയ്ക്ക് വന്നിട്ടില്ലായിരുന്നു. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം അതിന്റെ അറ്റ്മോസ്ഫിയർ നല്ലതായിട്ട് ഇവിടുന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോ അമൽ തഹസീന് ഇപ്പോൾ IIT ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന, അതിനനുസരിച്ച് നല്ല റാങ്ക് ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആള് തന്നെയാണ്. അപ്പോൾ അമൽ തഹസീന് IIT വിചാരിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ ജോയിൻ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ലിസണിങ്.